നമസ്കാരം. നാഷണൽ ലീഗിൻ്റെ ലക്ഷദ്വീപ് ഘടകത്തിനു വേണ്ടി നടത്തുന്ന ഒരു പത്രസമ്മേളനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ INL പ്രവർത്തിച്ചിരുന്ന ലക്ഷദ്വീപ് ഘടകം പൂർണ്ണമായി പിരിച്ചുവിടുകയും അത് നാഷണൽ ലീഗിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദ്വീപിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ കാര്യങ്ങളിൽ എന്ന് മാത്രമല്ല, നല്ല ദിശാബോധത്തോടു കൂടി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന രംഗത്ത് നാഷണൽ ലീഗ് സജീവ സാന്നിധ്യം ഉറപ്പിച്ച് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യവും വ്യക്തവുമായ ഒരു പാക്കേജ് തയ്യാറാക്കുകയും അവിടെ വീടും ജീവനും നഷ്ടപ്പെട്ടു പോയ അവശേഷിക്കുന്ന ആളുകൾക്ക് ഒരു പുനരധിവാസ പദ്ധതി എന്ന നിലയിൽ, അടിയന്തര പുനരധിവാസ പദ്ധതി എന്ന നിലയിൽ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനം ഒരു ഹ്രസ്വകാലത്തേക്ക് അവർക്ക് സ്വസ്ഥമായി സ്ഥൈര്യത്തോടു കൂടി ജീവിക്കാനാവശ്യമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനം ഇന്ന് നടന്നു വരികയാണ്. ഏറെ കുടുംബങ്ങളെ ക്യാമ്പുകളിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം വീടുകളിൽ എന്നവണ്ണം താമസിക്കാനുള്ള സൗകര്യം നാഷണൽ ലീഗ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഈ സെപ്റ്റംബർ മാസം 13 കോഴിക്കോട്ട് ഒരു വനിതാ സമ്മേളനം നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കാലോചിതമായ ഓരോ വിഷയത്തിലും നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാകാൻ ലക്ഷദ്വീപിലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി തീരുമാനിച്ചത് കോഴിക്കോട്ടെ പത്രക്കാരുമായി പങ്കുവെക്കാൻ അവരുടെ വന്നു ചേർന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ളത് നിങ്ങളോട് അവർ സംസാരിക്കും. നമസ്കാരം. ഞങ്ങൾ ലക്ഷദ്വീപിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവിടെ INL സ്റ്റേറ്റ് പ്രസിഡൻ്റ് കൂടിയായിരുന്നു ഞാൻ. കൂടെയുള്ളത് INL സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ അവിടെ പാർട്ടി രൂപീകരിച്ചിട്ട് 2 വർഷം ആയെന്ന് തോന്നുന്നു. 2 വർഷമായിട്ടുണ്ട്. അവിടെ ലക്ഷദ്വീപിനെ ഒരുപാട് നിയമങ്ങൾ, പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി നമ്മുടെ പണ്ടാര ലാൻഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലം നമ്മുടെ തലമുറയായി ജീവിച്ചു പോകുന്ന നമ്മുടെ വീടും സ്ഥലവുമെല്ലാം അവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം പിടിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും INL നമ്മളെ കാസിം സാഹിബിനോടാണ് പലപ്പോഴും ബന്ധപ്പെട്ടതാണ്. ലക്ഷദ്വീപിലെ പല സംഘടനകളുടെയും പാർട്ടികൾ കേരളത്തിൽ നമ്മുടെ ലക്ഷദ്വീപുകാർക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ നമ്മൾ കാസിം സാഹിബിനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ദ്വീപിൽ ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ, ഞങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പരിപാടികളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴൊന്നും അദ്ദേഹം ഒന്നും ചെവിക്കൊള്ളാൻ അയാൾ തയ്യാറായിട്ടില്ല. ഞാൻ ഇവിടെ 4-ാം തീയതിയാണ് ഇവിടെ വന്നത്. 4-ാം തീയതി വന്നത് ഒരു INL-കാരൻ്റെ പ്രവർത്തൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ വന്നതിന് ശേഷമാണ് നാഷണൽ ലീഗിനെക്കുറിച്ചും നാഷണൽ ലീഗിൻ്റെ പ്രവർത്തകരെക്കുറിച്ചും അവരുടെ പല പരിപാടികളെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ രീതിയിൽ ഞങ്ങൾ നാഷണൽ ലീഗ് ചേരാൻ തീരുമാനമെടുക്കുകയും ലക്ഷദ്വീപ് കമ്മിറ്റി ഒന്നടങ്കം ഞങ്ങൾ പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ നാഷണൽ ലീഗിൻ്റെ ഭാഗമായി ഇന്നലെ നടന്ന വയനാട് പരിപാടി ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഈ നാഷണൽ ലീഗിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു പാർട്ടിയായിട്ടും ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിൻ്റെ
അതേ ആശയങ്ങൾ പിൻപറ്റി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പലരും INL പ്രവർത്തകരും അതിൻ്റെ നേതാക്കന്മാരെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത്, ഖാസിം സാഹിബിനോട് പലപ്പോഴും വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴും അദ്ദേഹം അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഖാസിം സാഹിബും അഹമ്മദ് ദേവർക്കോവും അല്ല ഈ പാർട്ടിയുടെ നേതാക്കന്മാർ, ഞങ്ങളെ എന്തുകൊണ്ട് അറിയിച്ചില്ല. ഞാൻ പറഞ്ഞു, ഗ്രൂപ്പിലായിട്ട് പലപ്പോഴും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിരുന്നു. അന്നൊന്നും ആരും ഇതിന് സപ്പോർട്ട് ചെയ്യുകയോ ഇതിനെതിരെ ഇതൊന്ന് ഞങ്ങളെ മനസ്സിലാക്കുവാൻ ആരും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പ്രസ്ഥാനം വിട്ട് നാഷണൽ ലീഗ് ചേർന്ന കാര്യം ഞാൻ അവരെ കൂടി അറിയിച്ചു.